ആക്ട്രസും കൊള്ളാം, നല്ല രസമുണ്ട്. ആൾക്കാരെ ഇതാക്കി പിടിച്ചിരുത്താനുള്ള ഒരു ഇതുണ്ടാവും. വർഷത്തെ ഒരു 100 കോടി അതാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ കൊറേ മാസ് ഡയലോഗ്സും കാണും. കിട്ടിയ പൊന്നാണ് കട്ടെടുത്തൊരു മോഹസ്വത്താണ്. വിഷു തൂക്കും. മൊത്തത്തിൽ അടിപൊളിയാണ്. ഹിറ്റാവുന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്, അതിന്റെ ഹൈപ്പൊക്കെ കണ്ടിട്ട്. നമ്മളിപ്പോ ഉള്ളത് ആലപ്പുഴ ബീച്ചിലാണ്. അപ്പം ടോവിനോടെ ഏപ്രിൽ 10 റിലീസാണ് പള്ളിച്ചട്ടമ്പി. അപ്പൊ അതിന്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ റിവ്യൂ നമുക്ക് ആളുകളോട് ചോദിക്കാം, ഇഷ്ടപ്പെട്ടായിരുന്നു, അതിന്റെ മ്യൂസിക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, അതിലെ പാട്ടും അടിപൊളി ഹിറ്റായ പാട്ടാണ്. ചമ്പകം പൂത്തോട്ടെ നാട്ടുതത്തമ്മ കേട്ടോട്ടെ നീ എനിക്കുള്ള ചെന്നീർ കണ്ണാണ്, കാട്ട് കിട്ടിയ മുത്താണ് കിട്ടിയ പൊന്നാണ് കട്ടെടുത്തൊരു മോഹസ്വത്താണ്. ടോവിനോടെ പള്ളിച്ചട്ടമ്പി ടീസർ ഉണ്ടായിരുന്നോ? കണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ടീസർ? വേറൊരു പുതിയൊരു ലുക്കായിരുന്നു അതിനകത്ത്. പിന്നെ പുതിയ 2-3 കഥാപാത്രങ്ങളുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമില് ഫേമസ് ആയിട്ടുള്ള മറ്റേ അമീന്റെ അതിനകത്തുള്ള പുതിയ 2-3 കഥാപാത്രങ്ങളുണ്ട്. കൊള്ളാം. അത് 100 കോടി ക്ലബിലെത്തോ? വിഷു തൂക്കുക. ചാൻസസ് ഉണ്ട്. ആക്ട്രസും കൊള്ളാം, നല്ല രസമുണ്ട്. വിശാൽ മിശ്രയുടെ മ്യൂസിക് ആണ്. പുള്ളി ഹിന്ദിയിലുള്ളതല്ലേ? അത്യാവശ്യം നല്ല. ഡിജോ ജോസിന്റെ ജനഗണമനയുടെ ആ ഫീലൊക്കെ വന്ന ടീച്ചർ കണ്ടപ്പോഴേ അതിന്റെ ട്രെയിലർ കാണുന്ന ആ ഫീലൊക്കെ പോലെ വന്നു. മൊത്തത്തിൽ അടിപൊളിയാണ്. പിന്നെ ഇനിയിപ്പോ പടം കണ്ടാലും നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ടീച്ചറൊക്കെ അത്യാവശ്യം നല്ല കൊള്ളാം. മൂവി നല്ലൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്, ഹിറ്റാവുന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്, അതിന്റെ ഹൈപ്പൊക്കെ കണ്ടിട്ട്. തൂക്കുമായിരിക്കും മിക്കവാറും. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. തീവണ്ടി സിനിമ മുതൽ ടൊവിനോ ഇഷ്ടമാണ്. അതുകൊണ്ട് പള്ളിച്ചട്ടമ്പി അടിപൊളിയായിരിക്കുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇറങ്ങിയ ഉറപ്പായിട്ടും പോയി കാണും. പാട്ട് അടിപൊളിയാണ്. റിലീസ് ചെയ്യുന്നത് ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവി ആയിരിക്കും ഉറപ്പാണ്. വിഷു തൂക്കും. പാട്ട് എങ്ങനെ ഉണ്ടായിരുന്ന? പാട്ട് അടിപൊളിയാണ്. അവര് തമ്മിലുള്ള ആ കോംബോ എങ്ങനെയുണ്ട്? പിന്നെ പറയണ്ടല്ലോ. 19-ാം നൂറ്റാണ്ട് സിനിമ ഉണ്ടായിരുന്നു. അതിനകത്ത് നായികയാണ് കയാ. അപ്പൊ അവര് തമ്മിലുള്ള ആ ഇതൊക്കെ നന്നായിട്ട് കോംബോ. അല്ലെങ്കിലും എനിക്ക് ടൊവിനോയുടെ കോംബോ ഇഷ്ടാ. അപ്പം എന്തായിരിക്കും എക്സ്പെക്ടേഷൻ? എന്തായിരിക്കും? വിഷു ടൊവിനോ തൂക്കും. ടൊവിനോന് ഇഷ്ടമാണോ? ഏപ്രിൽ 10 പള്ളിച്ചട്ടമ്പി റിലീസ് ആകാൻ പോവാണ്. അപ്പം അതിന്റെ ടീച്ചർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പാട്ടൊക്കെ ആണെങ്കിലും വമ്പൻ ഹിറ്റ് ആയിരുന്നു. പാട്ട് കേട്ടായിരുന്നു ആ പാട്ട്? എങ്ങനെയുണ്ട് പാട്ടൊക്കെ? അടിപൊളിയല്ലേ? എക്സ്പെക്ടേഷൻ എന്താ സിനിമയുടെ? അടിപൊളിയായിരിക്കോ സിനിമ? അടിപൊളി. ആഗ്രഹം കാണാൻ പോവോ സിനിമ? സിനിമ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ജനഗണമന സിനിമ കണ്ടായിരുന്നോ? കണ്ടു. അടിപൊളി. അപ്പൊ അതിനകത്തെ ഡയറക്ടർ തന്നെയാണ് ഇത് ഡയറക്ട് ചെയ്യുന്നത്, പള്ളിച്ചട്ടമ്പി. അപ്പം എങ്ങനെയായിരിക്കും ടോവിനോ അത് 100 കോടി ക്ലബിൽ എത്തിക്കുമോ? എന്താ തോന്നുന്നത്? പിന്നെ അടിപൊളി സിനിമ എന്തായാലും കാണാൻ പോകും. അത് കണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരണ്ടായിരുന്നു. എക്സ്പെക്ടേഷൻ എന്താണ്? എക്സ്പെക്ടേഷൻ ടോവിനോടെ ഈ വർഷത്തെ ഒരു 100 കോടി അതാണ് ആഗ്രഹിക്കുന്നത്. ഇനി വരുമ്പോ കാണാം. അതിന്റെ കയാതുവാണ് ആക്ട്രസ്. അവര് തമ്മിലുള്ള ഇതൊക്കെ എങ്ങനെയുണ്ട്? ARML പോലെ തന്നെ കൊള്ളായിരുന്നു. ഒരു എന്താ പറയുന്ന ഒരു കണക്ഷൻ കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ പടം കണ്ടാലല്ലേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ പൃഥ്വിരാജും കൂടെ വരുമ്പോ പിന്നെ പറയണ്ടല്ലോ, പടം ഫയർ ആയിരിക്കും. ജനഗണമന അപ്പൊ കൊറേ മാസ് ഡയലോഗ്സും കാണും. അതിനകത്ത് ഈ ടീച്ചർ ഡയലോഗ് പറയുന്നത് മനുഷ്യനും ചെലുത്താനും ദൈവത്തിന് എന്താ കാര്യം? അതൊക്കെ എക്സൈറ്റഡ് ആണ്. ഇനി തിയേറ്ററിൽ കാണുമ്പോ ഒന്നും കൂടെ ഇതാവും. വെയിറ്റിംഗ് ആണ്. വിഷു തൂക്കുമോന്ന് അറിയത്തില്ല. ഇപ്പൊ ഉടൻ തന്നെ വാഴയും വരുന്നുണ്ടല്ലോ. അപ്പം പടം ഇറങ്ങി കണ്ടാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എങ്ങനെയാന്നുള്ള. ടീസർ കണ്ടിട്ട് കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ടൊവിനോയുടെ മൂവി ആയതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ഡിജോ ജോസ് സാറാണ് സംവിധാനം. ജനഗണമനയുടെ അതിനകത്ത് മാസ് ഡയലോഗുകളൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട്. പുള്ളി ആയതുകൊണ്ട് ഡയലോഗ് അടിപൊളിയായിരിക്കും. പിന്നെ കുറച്ച് ആൾക്കാരെ ഇതാക്കി പിടിച്ചിരുത്താനുള്ള ഒരു ഇതുണ്ടാവും. പിന്നെ കൂടുതലും
ടൊവിനോ എന്ന് പറയുമ്പോഴേക്കും കൂടുതലും ഈ മെയിൻ ക്യാരക്ടറുകൾ യൂസ് ചെയ്തിട്ട് വന്നതാണല്ലോ. ഇപ്പോൾ ആൾക്കാരെ കയ്യിലെടുക്കാൻ പറ്റുന്ന ക്യാരക്ടർ അത്യാവശ്യം ആ രീതിയിലേക്ക് വന്ന ആൾക്കാരാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അടിപൊളിയാണ്. അതെ അതെ അത് അടിപൊളിയാണ്. നമുക്ക് അവരുടെ കോമ്പിനേഷൻ അടിപൊളിയാണ്. പിന്നെ പൃഥ്വിരാജ് ആണെങ്കിലും കുറെ നാൾക്ക് ശേഷമല്ലേ, കുറച്ചൊരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു മൂവിയാണെന്ന് കരുതാം.